ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ടൗണിൽ നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു പ്രോപ്പർട്ടിയാണെന്ന് പരിചയപ്പെടുത്തുന്നത്. കോഴിക്കോട് നിന്ന് 10 കിലോമീറ്റർ ദൂരമുള്ള കക്കോടിയിലാണ്. ചേലാമ്പ്ര കക്കോടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്ത് നിന്ന് വെറും വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 20 സെൻറ്റ് ഹൗസ് പ്ലോട്ടാണ്. 20 സെൻറ്റ് ഹൗസ് പ്ലോട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വെറും വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ചേലാമ്പ്രയിലേക്ക് പോകുന്ന റൂട്ടിലാണുള്ളത്. അടിപൊളിയായിട്ടുള്ള ഒരു ഹൗസ് പ്ലോട്ടാണ്. നല്ലൊരു ഹൗസ് പ്ലോട്ട്. വെറും ബാക്കി ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ പ്ലോട്ടിൽ നിന്ന് നമുക്ക് ഇപ്പോൾ നമ്മൾ ആ ജംഗ്ഷൻ നിന്നാണ് വന്നത്. കോടി ജോയി ബസാർ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് വന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് പോകേണ്ട റോഡ്. ഇവിടുന്ന് ഏകദേശം ഒരു 10 മീറ്റർ മാത്രമേ ഉള്ളൂ ആ പ്രോപ്പർട്ടിക്കുള്ള ദൂരം എന്ന് പറയുന്നത്. വെറും 10 മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മെയിൻ റോഡ് കണ്ടു. മെയിൻ റോഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 2 കാറൊക്കെ പാസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റോഡ് തന്നെയാണ്. ഇവിടെ നമുക്ക് നല്ല നോക്കിക്കഴിഞ്ഞാൽ കാണാം, കാറുകളൊക്കെ വന്ന് പോകുന്നതായിട്ട് കാണാം. ഇവിടുന്ന് റോഡ് നോക്കിയാൽ വളരെ അടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നല്ല ഉള്ളിലൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ഈ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നിറയെ വീടുകളുണ്ട്. പരിസരത്തൊക്കെ നിറയെ വീടുകളുണ്ട്. നമുക്കറിയാം കോഴിക്കോട് ടൗൺ എന്ന് പറയും. കോഴിക്കോട് ടൗണിൽ നിന്ന് 10 കിലോമീറ്ററിൽ കക്കോടിയുള്ള ജോയി ബസാറുള്ള ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. 20 സെൻറ്റാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഈ പ്രോപ്പർട്ടിയിലെ ഫേസ് ചെയ്ത് നിൽക്കുന്നത് കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ടാണ്. ഏകദേശം നമുക്കൊരു 10-15ഓളം തെങ്ങുണ്ട്, പ്ലാവുണ്ട്, അടയ്ക്കാമരങ്ങളുണ്ട്, എല്ലാം തന്നെ ഉണ്ട്. ഇവിടെ നോക്കി ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. ഇതിനകത്ത് 20 സെൻറ്റിനകത്ത് ഇപ്പം നമുക്കൊരു വീട് കെട്ടി നല്ല രീതിയിലുള്ള ചുറ്റുമതിലോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഇവിടെ നോക്കിയാൽ ഇങ്ങനെ കാണാം. ഇതിങ്ങനെ വാഴകളൊക്കെ വെച്ച് പിടിപ്പിച്ചതായിട്ട് കാണാം. എന്താണോ ഇതിങ്ങനെ വരുന്ന ചുറ്റുമതിലാണ് ഇപ്പുറത്തുള്ളത്. കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ട് നല്ലൊരു വീട് നമുക്ക് പണിയാം. വെള്ളം കിട്ടുന്ന ഏരിയയാണ്. നമ്മൾ വെള്ളത്തെയൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത്ര ഇവിടുന്ന് ലാസ്റ്റ് വരെയും അതിനകത്ത് മതിൽ കാണാം. ഇവിടെ എല്ലാം മതിലുണ്ട്. നല്ല വൃത്തിയായി കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന റേറ്റ് 5 ലക്ഷം രൂപയാണ്. ഇതിലെ ഓണറുടെ നമ്പറാണ് താഴെ കൊടുക്കുന്നത്. ഓണറെ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കും. നല്ല പ്ലോട്ട്. ഇതിനകത്തൊരു ഫില്ലിങ്ങോ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ചുറ്റും നോക്കിയാൽ കാണും ചുറ്റും മതിലുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ചുറ്റും മതിലുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്, നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ആ റോഡ് കാണുന്നത്. നമ്മുടെ കാർ അവിടെ നിൽക്കുന്നതായിട്ട് കാണാം. നേരെ ഫ്രണ്ടിൽ ടാർ റോഡാണ്. അവിടെ നോക്കി അങ്ങനെ ചുറ്റും മതിലുണ്ട് കണ്ടോ. അവിടെ നിന്ന് കാണുമ്പോൾ 4 ഭാഗത്തും മതിലുണ്ട്. അപ്പോൾ മതിൽ കെട്ടേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് കുറച്ച് തെങ്ങുകൾ എടുത്താൽ നല്ല രീതിയിൽ നമുക്കൊരു വീട് പണിയാൻ വേണ്ടി പറ്റും. സെൻറ്റിന് പറഞ്ഞിരുന്നു 5 ലക്ഷം രൂപയാണ്. അത് അവരെ കൊണ്ട് വെച്ചാൽ ചെറുതായിട്ടുള്ള നെഗോഷ്യബിളൊക്കെ ചെയ്തു തരും. നിങ്ങൾ വന്ന് നോക്കാം. നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വന്ന് നല്ല രീതിയിൽ ഒരു വീട് കെട്ടാം. 20 സെൻറ്റിനകത്ത് നല്ല രീതിയിലൊരു 4 കെട്ട് വീടോ അങ്ങനത്തെ നല്ല രീതിയിൽ എടുക്കാം. ആവശ്യക്കാരെ നേരിട്ട് ഓണറെ വിളിച്ചോളൂ. ഇപ്പം നമ്മൾ കണ്ട ഈ പ്രോപ്പർട്ടി, സുന്ദരമായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി, ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മളെ വിൽക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അവരുദ്ദേശിക്കുന്ന റേറ്റ് 5 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിളാണ്. ഓണറെ ഡയറക്റ്റ് വിളിക്കാം. വാട്സപ്പ് നമ്പറാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്. ഡയറക്റ്റ് നിങ്ങൾ ഓണർക്ക് അവരായിട്ട് ഡിസ്കസ് ചെയ്യാം.